എവിടേക്കാണ് ഈ പോകുന്നത്? ചെറുപ്പക്കാരൻ മുടി കണ്ടാൽ എന്താപ്പ കോലം, പനങ്കോല മാതിരി ഒരു പിടുത്തം കിട്ടുന്നില്ല. എനിക്കതുകൊണ്ട് ഒരു ഭംഗി തോന്നിയില്ല. ഭംഗി മനസ്സിലാകുന്ന ഒരു പ്രകൃതി എനിക്കുണ്ട്. ഇത് എന്താ മോനെ എന്റെ തലയിലുള്ളത്? തലന്റെ ഉള്ളിലൊന്നില്ലാത്തതുകൊണ്ടാണ് ഈ പുറത്തിങ്ങനെ. തലമുടി വളർത്താം, തെറ്റില്ല, സുന്നത്തുല്ല, ഹറാമുല്ല മുടി വളർത്തണില്ല. അങ്ങനെ ചിലർ പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുടി വലിയ മുടിയൊക്കെ ഉണ്ട്. അത് റസൂലുള്ളാഹിന്റെ മുടിയുടെ പ്രത്യേകതയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വളർത്തിയിരുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മകളെ കല്യാണം ചെയ്തു വരാം. ആ അലി തങ്ങളുടെ അവസ്ഥ എന്ത്? വമിൻ തമ്മ ആദൈതു ശഅറ റഅസി. ബഹുമാനപ്പെട്ട അലി തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ മുടിയുടെ ശത്രുവായിരുന്നു. എന്നിട്ട് പറയുന്ന റിപ്പോർട്ടർ, വകാന യഹ്ലിഖു ഫീ കുല്ലി ജുമുഅ, എല്ലാ ആഴ്ചയും മുടി കളയുന്നവരായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ. എന്തേ മുടി വളർത്തുന്ന സുന്നത്ത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് നിച്ചല്ലേ? റസൂലുള്ളാഹിന്റെ മുടി ലാക്കൽ അജമി വൽ അറബ്, അറബികളുടെയോ അജമികളുടെയോ മുടിയല്ല. ആ മുടിക്ക് ഓരോന്നിനും പ്രത്യേകതകളുണ്ട്. ആ മുടിക്ക് വലിയ ബർക്കത്തുണ്ട്. ആ മുടി പോലെ നമുക്ക് മുടി വെക്കാൻ പറ്റൂല. ഇനി വെക്കുകയാണെങ്കിൽ തന്നെ ചെവിയുടെ അരികിൽ മുറിച്ച് കളയണം. അങ്ങനെ വാർന്നു കൊണ്ടടക്കാൻ കഴിയണം. അതും ചീർപ്പ് സാധാരണ പോക്കറ്റിൽ കൊണ്ടു നടക്കൽ കറാഹത്താണെന്ന് പറയാത്ത ഇമാമിങ്ങളില്ല. പേനയോ പറ്റുപേനോ തലക്ക് രോഗമോ ഉണ്ടെങ്കിൽ മുടി കളയൽ സുന്നത്താണെന്ന് പറയാത്ത ഇമാമിങ്ങളില്ല. പക്ഷെ അങ്ങനൊന്നല്ലല്ലോ ഈ തല വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, കുറെ അവിടുന്ന് വെട്ടി, കുറെ ഇവിടുന്ന് വെട്ടി, കുറെ കോലം, പാന്റും കുപ്പായത്തിന്റെ ഒക്കെ കോലം. ഏതെങ്കിലും ഒരു നടനായി ചെയ്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പന്ത് കളിയോ ബാറ്റ് കളിയോ ഒക്കെ കളിക്കുന്ന ഏതെങ്കിലും ആളുകൾ അങ്ങ് സ്നേഹിക്കാം. ഇവനോ പരിചയമുണ്ടോ? മുസ്തഫ നബിനെ സ്നേഹിച്ചാൽ നബി തങ്ങൾ അറിയും. ഒരു സ്വലാത്തല്ലേ മദീനത്ത് അറിയും. എന്നാ ഈ നടനെ സ്നേഹിച്ച അറിയോ? ഇവനെ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എവിടെയോ പന്ത് കളിക്കുന്ന ഒരു മനുഷ്യനെ സ്നേഹിക്കുകയാണ്. എന്നിട്ട് പൊന്നാനിയിലെ റോട്ടിലിറങ്ങിയിട്ട് ജിന്ദാബാദ് ഓന് വേണ്ടി. ഓനറിയോ ഈ സംഭവം? ഞാൻ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സഹോദരാ, ചെറുപ്പക്കാരാ, പേടിക്കണം, പേടിക്കണം. മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കൂടെ ആഖിറത്തിൽ വരുന്നതാണ്. നടന്മാരെ സ്നേഹിച്ച ചെറുപ്പക്കാരാ, നീ മുത്തുനബിയുടെ കൂടെ വരാൻ കഴിയില്ല. അവന്റെ കൂടെ ആഖിറത്തിൽ വരേണ്ടി വരും. അള്ളാന്റെ റസൂലിന്റെ കൂടെ വരാൻ പറ്റൂല. അവന്റെ കൂടെ കൂടേണ്ടി വരും. ഓന്റെ കുപ്പായട്ടവൻ അവന്റെ കൂടെ പോകേണ്ടി വരും. നടിയുടെ കുപ്പായത്തവൾ അവളെ കൂടെ പോകേണ്ടി വരും. ആഖിറം എന്നത് ഗൗരവമുള്ള ലോകമാണ്. നമ്മുടെ ഡ്രസ്സ് മുസ്ലിം ഡ്രസ്സായിരിക്കണം. നടന്മാരിൽ നിന്നും നടികളിൽ നിന്നും ഏതെങ്കിലും മോശപ്പെട്ടവരുണ്ടല്ല നാം നമ്മുടെ ഡ്രസ്സ് പഠിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടത്, നമ്മുടെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കേണ്ടത്, നമ്മുടെ പെങ്ങൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിന് ഉപയോഗിക്കേണ്ടത്. മുസ്ലിം ഉമ്മത്തിന്റെ ഡ്രസ്സിംഗ് തന്നെ വളരെ മോശമായി പോയി.